ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖതനെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇന്നേ ദിവസം അന്തരിച്ച മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവി ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അദ്ദേഹം. അതുപോലെ 2020 ഉണ്ണികൃഷ്ണൻ പുത്തൂർ സ്മാരക ട്രസ്റ്റിന്റെ പുത്തൂർ പുരസ്കാരത്തിന് അർഹനായതും ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അപ്പോൾ 2020 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള കവിയാണ് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, അതുപോലെ വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, അതുപോലെ പഞ്ചവർണ്ണക്കളി. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഓർമ്മിച്ചു വെച്ച് പഠിക്കുക. അതുപോലെ അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അന്തിമഹാകാലം. അപ്പൊ അതുകൂടെ ഓർമ്മിച്ചു വച്ചേക്കാം. ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് അന്തിമഹാകാലം. അദ്ദേഹത്തിന് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരവും പത്മശ്രീയും 2019 ജ്ഞാനപീഠ പുരസ്കാരവും അതുപോലെ 2020 പുത്തൂർ പുരസ്കാരവും ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ 2020 അന്തരിച്ച പ്രശസ്ത മലയാള കവിയാണ് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് VHSC വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ്. അതിന്റെ പേര് ജീവനം ജീവധനം എന്നാണ്. COVID-19 പശ്ചാത്തലത്തിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ക്രിയാത്മക നൈപുണ്യങ്ങൾ, സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ പരിശീലിക്കുന്നതിന്, അതുപോലെ തന്നെ സംരംഭകരാകുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായിട്ട് VHSC വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ജീവനം ജീവധനം എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പരിശോധനയാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഗുണ്ടാ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡാണ് ഓപ്പറേഷൻ റേഞ്ചർ എന്നുള്ളത്. അപ്പൊ പേര് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓപ്പറേഷൻ റേഞ്ചർ എന്നുള്ളത് കേരള പോലീസിന്റെ ഒരു പരിശോധനയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഗുണ്ടാ കേന്ദ്രങ്ങളിൽ കേരള പോലീസ് നടത്തിയ റെയ്ഡാണ് ഓപ്പറേഷൻ റേഞ്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെ പറ്റിയാണ്. ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ കൊൽക്കത്തയിലെ ഹൌറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ പടിഞ്ഞാറേക്കരയുമായിട്ട്, പൊന്നാനിയെയും പടിഞ്ഞാറേക്കരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോ ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് ഹൌറ മോഡൽ, കൊൽക്കത്തയിലെ ഹൌറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? പൊന്നാനിയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വയനാട് ജില്ലയെ പറ്റിയാണ്. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനം, ഇന്റർനാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഡേ, നമ്മൾ എന്ന് ആചരിച്ചത് ഒക്ടോബർ മാസം 13-ാം തീയതിയാണ്. അപ്പോ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വിഭവ ദുരന്ത മാപ്പിംഗ് തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ച ജില്ല വയനാടാണ്. അപ്പോ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ വിഭവ ദുരന്ത മാപ്പിംഗ് തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ച ജില്ല വയനാടാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 അന്തർദേശീയ ദിനങ്ങളാണ്. അതിലൊന്നാണ് ആഗോള കൈകഴുകൽ ദിനം, അല്ലെങ്കിൽ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. നമ്മൾ എന്ന് ആചരിക്കുന്നത് ഒക്ടോബർ മാസം 15-ാം തീയതിയാണ്. കൈകഴുകി ശുദ്ധി വരുത്തുന്നതിന്റെയൊക്കെ ആവശ്യകത ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച ദിനമാണ് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. ഒക്ടോബർ 15 നമ്മൾ ആഗോള കൈകഴുകൽ ദിനമായിട്ട് ആചരിക്കുന്നത്. 2020 പ്രമേയം ഹാൻഡ് ഹൈജീൻ ഫോർ ഓൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രമേയം നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഹാൻഡ് ഹൈജീൻ ഫോർ ഓൾ എന്നുള്ളതാണ് 2020 ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേയുടെ പ്രമേയം. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇന്റർനാഷണൽ ഡേ ആണ്. ഇന്റർനാഷണൽ ഡേ ഫോർ റൂറൽ വിമൻ, ഗ്രാമപ്രദേശങ്ങളിലെ വനിതകൾക്കായിട്ടുള്ള അന്തർദേശീയ ദിനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ മാസം 15 ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വിമൻ ആയിട്ട് ആചരിക്കുന്നത്. 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വിമന്റെ പ്രമേയം ബിൽഡിംഗ് റൂറൽ വിമൻസ് റിസൈലൻസ് ഇൻ ദ വെയ്ക്ക് ഓഫ് COVID-19 എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രമേയം ഒന്ന് ഓർമ്മിച്ചു ചെയ്യാം. ബിൽഡിംഗ് റൂറൽ വിമൻസ് റിസൈലൻസ് ഇൻ ദ വെയ്ക്ക് ഓഫ് COVID-19 എന്നുള്ളതാണ് 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് റൂറൽ വിമന്റെ പ്രമേയം. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റഷ്യയിൽ അനുമതി ലഭിച്ച കോവിഡ് വാക്സിനെ പറ്റിയാണ്. റഷ്യയിൽ അനുമതി ലഭിച്ച 2ാമത്തെ കോവിഡ് വാക്സിനാണ് എപ്പിവാക് കൊറോണ. അപ്പോ 2020 ഒക്ടോബറിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് റഷ്യയിൽ അനുമതി ലഭിച്ച 2ാമത്തെ വാക്സിനാണ് എപ്പിവാക് കൊറോണ. ആദ്യം COVID-19 പ്രതിരോധത്തിനായിട്ട് റഷ്യയിൽ അനുമതി ലഭിച്ച വാക്സിൻ ആയിരുന്നു സ്പുട്നിക് വാക്സിൻ. അപ്പോ 2ാമതായിട്ട് അനുമതി ലഭിച്ചിരിക്കുന്നത് എപ്പിവാക് കൊറോണയ്ക്കാണ്. റഷ്യയുടെ തലസ്ഥാനം നമുക്കറിയാം മോസ്കോ ആണ്. റഷ്യയുടെ കറൻസി റൂബിൾ ആണ്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ്.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2015 ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ പറ്റിയാണ്. സൗരോർജ്ജം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് ഓരോ രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തർദേശീയ സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. 2020 ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയാണ്. കോ പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് നിലവിൽ വന്നത് 2015 നമ്മൾ പറഞ്ഞു. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയായ സബ് ഓർഗനൈസേഷനായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനെ പറ്റിയാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് 1945 ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ റോമിലാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്കിയോ ആണ്. അപ്പോൾ FAOയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആദരസൂചകമായിട്ട് ഇന്ത്യ 75 രൂപയുടെ നാണയം പുറത്തിറക്കും. അപ്പോൾ റീസെന്റ് ആയിട്ട് FAOയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് FAOയുടെ ആദരസൂചകമായിട്ട് ഇന്ത്യ 75 രൂപയുടെ നാണയം പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലിയിലെ റോമിലാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്കിയോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു സഹസംഘടനയായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയെ പറ്റിയാണ്. UNRWA. UNRWAയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജോർദാന്റെ ക്യാപിറ്റലായ അമനിലാണ്. കറന്റ് അഫയേഴ്സിൽ എന്താണ് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ഒക്ടോബറിൽ പാലസ്തീൻ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായിട്ട് ഇന്ത്യ UNRWAക്ക് $1 മില്യൺ കൈമാറിയിരിക്കുകയാണ്. അപ്പോ 2020 ഒക്ടോബറിൽ പാലസ്തീൻ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായിട്ട് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സഹസംഘടനയായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്ക് $1 മില്യൺ സഹായം നൽകിയിരിക്കുകയാണ്. UNRWAയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജോർദാന്റെ ക്യാപിറ്റലായ അമാനിലാണ്. അതുപോലെ UNRWAയുടെ നിലവിലെ കമ്മീഷണർ ജനറൽ ഫിലിപ്പെ ലസാരിനിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബ് സംസ്ഥാനത്തെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ സ്റ്റേറ്റ് സിവിൽ സർവീസിൽ വനിതകൾക്ക് 33% സംവരണം നൽകാൻ പഞ്ചാബ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ് സിവിൽ സർവീസിൽ വനിതകൾക്ക് 33% സംവരണം അനുവദിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ്. പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ്. പഞ്ചാബിന്റെ ഗവർണർ ശ്രീ VP സിംഗ് ബദ്നോർ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്തിനെ പറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിങ്ക് സ്മെൽറ്റർ പ്രോജക്ട്, സിങ്ക് ലോഹം ഉരുക്കുന്ന നിർമ്മാണശാല നിലവിൽ വരാൻ പോവുകയാണ് ഗുജറാത്തിൽ. ഗുജറാത്തിലെ ദോസാവാഡ എന്ന സ്ഥലത്താണ് സിങ്ക് സ്മെൽറ്റർ പ്രോജക്ട് നിലവിൽ വരാൻ പോകുന്നത്. ഗുജറാത്തിലെ താപ്പി ജില്ലയിലെ ദോസാവാഡ എന്ന സ്ഥലത്താണ് സിങ്ക് സ്മെൽറ്റർ പ്രോജക്ട് നിലവിൽ വരുന്നത്. ഈ സിങ്ക് സ്മെൽറ്റർ പ്രോജക്ട് നിലവിൽ വരുന്നതിനുമായിട്ട് ഗുജറാത്ത് സർക്കാർ വേദാന്ത ഗ്രൂപ്പുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സിങ്ക് സ്മെൽറ്റർ പ്രോജക്ട് നിലവിൽ വരുന്നതിന് ഗുജറാത്ത് സർക്കാർ വേദാന്ത ഗ്രൂപ്പുമായിട്ട് ധാരണയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയ് രൂപാനിയാണ്. ഗവർണർ ശ്രീ ആചാര്യ ദേവ്രതാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ തലസ്ഥാനം ഗാന്ധിനഗറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷയിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ്. അതിന്റെ പേര് സുജൽ ഡ്രിങ്ക് ഫ്രം ടാപ്പ് മിഷൻ എന്നാണ്. നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുജൽ ഡ്രിങ്ക് ഫ്രം ടാപ്പ് മിഷൻ എന്നുള്ളത്. അപ്പൊ സുജൽ ഡ്രിങ്ക് ഫ്രം ടാപ്പ് മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി ശ്രീ നവീൻ പട്നായിക് ആണ്. ഗവർണർ ശ്രീ ഗണേശി ലാലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇന്ത്യൻ ആർമിയുടെ ലേയിലുള്ള ഫയർ ആൻഡ് ഫ്യൂറി കോർപ്സ് എന്നറിയപ്പെടുന്ന 14 കോർപ്സിന്റെ കമാൻഡറായിട്ട് നിയമിതനായ മലയാളിയാണ് ലഫ്റ്റനന്റ് ജനറൽ PGK മേനോൻ. അപ്പോ ഇന്ത്യൻ ആർമിയുടെ ലേയിലുള്ള ഫയർ ആൻഡ് ഫ്യൂറി കോർപ്സ് എന്നറിയപ്പെടുന്ന 14 കോർപ്സിന്റെ കമാൻഡറായിട്ട് നിയമിതനായ മലയാളിയാണ് ലഫ്റ്റനന്റ് ജനറൽ PGK മേനോൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള സെരോദ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയും അതുപോലെ തന്നെ ഓൺലൈൻ ബ്രോക്കറേജ് സ്ഥാപനമായ സെരോദയുടെ സ്ഥാപകരായ നിതിൻ കാമത്തിനെയും നിഖിൽ കാമത്തിനെയും പറ്റിയാണ്. 2020 IIFL വെൽത്ത് ഹൊറോൺ ഇന്ത്യ 40 ആൻഡ് അണ്ടർ സെൽഫ് മെയ്ഡ് റിച്ച് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളവരാണ് നിഖിൽ കാമത്തും നിതിൻ കാമത്തും. അപ്പോൾ 40 വയസ്സിന് താഴെയുള്ള സെൽഫ് മെയ്ഡ് റിച്ച് ലിസ്റ്റിൽ ഇന്ത്യയിലെ 40 വയസ്സിന് താഴെയുള്ള
സെൽഫ് മെയ്ഡ് റിച്ച് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളവരാണ് നിഖിൽ കാമത്തും അതുപോലെ നിതിൻ കാമത്തും. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടൊരു ന്യൂസ് ആണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം കമ്രാൻ അക്മൽ T20 ക്രിക്കറ്റിൽ ലോകത്തിൽ ആദ്യമായി 100 സ്റ്റംപിംഗ്സ് നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ T20 ക്രിക്കറ്റിൽ ലോകത്തിൽ ആദ്യമായിട്ട് 100 സ്റ്റംപിംഗ്സ് എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ വിക്കറ്റ് കീപ്പറായ കമ്രാൻ അക്മലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിയോഗമാണ്. 2020 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കുച്ചിപ്പുടി നർത്തകിയാണ് ശോഭ നായിഡു. അപ്പോ അത് ഓർമ്മിച്ചു വെച്ചേക്കാം. 2020 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ കുച്ചിപ്പുടി നർത്തകിയാണ് ശോഭ നായിഡു. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. 50ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് ചിത്രമാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഖബർ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് എന്നത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ഖബർ എന്ന റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത നോവലിന്റെ രചയിതാവ് KR മീരയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.